ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് റീവാലുവേഷൻ ജേർണൽ എൻട്രീസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീവാലുവേഷനും റിവാലുവേഷൻ അക്കൗണ്ടും അതിന്റെ ബേസിസിൽ വരുന്ന ജേർണൽ എൻട്രീസുമാണ്. നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത് 8 ജേർണൽ എൻട്രീസ് ആണ് ഉള്ളത്. അതിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ ബോക്സസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് 2 ബോക്സസ് എന്ന് പറയുന്നത് അസറ്റിനെ പറ്റിയുള്ളതാണ്. അസറ്റ് കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. When the assets are revalued, നമുക്ക് ഒന്നെങ്കിൽ അസറ്റിന്റെ വാല്യൂ കൂടാം, അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യാം, കുറയാം. നമുക്കറിയാം ഓൾ ദി അസറ്റ്സ് ഹാവ് എന്ത് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്. അപ്പൊ ഒരു അസറ്റ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ട, അസറ്റിന് ഡെബിറ്റ് ചെയ്യണം അല്ലെ. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി അതുപോലെ അസറ്റ് കുറയണയാണെങ്കിൽ എന്താ ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ. ഇനി ലയബിലിറ്റി കൂടണയാണ്. ഓൾ ദ ലയബിലിറ്റീസ് ഹാവ് എന്ത് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ലയബിലിറ്റീനെ ക്രെഡിറ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. ഇനി അതിന്റെ തല തിരിച്ചെഴുതിയാൽ മതി, ഡിക്രീസ് വരും. എന്താണ് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അടുത്തതാണ് അൺറെക്കോർഡഡ് അസറ്റ്, അൺറെക്കോർഡഡ് ലയബിലിറ്റി. ഈ അൺറെക്കോർഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റ് അക്കൗണ്ടിൽ നമുക്ക് എന്തില്ല, ഈ ഒരു അസറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പുതിയതായിട്ട് അത് വരണയാണ്. അതായത് ഇത്രയും നാളുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് ഈ ഒരു അസറ്റോ ഈ ഒരു ലയബിലിറ്റിയോ കാണാൻ പറ്റത്തില്ല. പുതിയതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീവാല്യൂ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അസറ്റ് പുതിയതായിട്ട് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ ഈ ഒരു പുതിയൊരു അസറ്റ് വരണയാണെങ്കിൽ അസറ്റ് വാല്യൂ അവിടെ എന്തായാലും എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, കൂടും അല്ലെ. അപ്പൊ അസറ്റിന്റെ എക്സിസ്റ്റിംഗ് വാല്യൂ ഹൈ ആകണയാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ എന്താ ജേർണൽ എൻട്രി, the value of asset is increased, we know the journal entry, asset account debit to revaluation. ഇനി അതുപോലെ തന്നെ ലയബിലിറ്റിയുടെ വാല്യൂ ആണ് കൂടണമെങ്കിൽ ലയബിലിറ്റീസ് അറ്റ് ക്രെഡിറ്റ് ബാലൻസ് കൂടണയാണ് അല്ലെ. കാരണം അൺറെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ലയബിലിറ്റീനെ നമ്മൾ പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്യണയാണ്. അപ്പൊ ലയബിലിറ്റിയുടെ വാല്യൂ അവിടെ എന്ത് ചെയ്യണയാണ്, കൂടണയാണ്. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. ഇനി അതുപോലെ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കി തീരുമ്പോഴത്തേക്കും ഏതാ, യു വുഡ് ഗെറ്റ് പ്രോഫിറ്റ് ഓർ യു വുഡ് ഗെറ്റ് ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ എന്താണ്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ലോസ് ആണെങ്കിൽ എന്താണ്, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. നിങ്ങളുടെ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അക്കൗണ്ട്സ് വരയ്ക്കാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഏത് വേണമെങ്കിലും നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ജേർണൽ എൻട്രീസ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് റീവാലുവേഷൻ, ഡിക്രീസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, റീവാലുവേഷൻ ടു അസറ്റ്. ലൈബിലിറ്റി ആണ് കൂടണമെങ്കിൽ റിവാലുവേഷൻ ടു ലൈബിലിറ്റി, കുറയണമെങ്കിൽ ലൈബിലിറ്റി ടു റീവാലുവേഷൻ. അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ്, അസറ്റ് പുതിയതായിട്ട് വരുന്നു, വാല്യൂ കൂടുന്നു, സോ അസറ്റ് ടു റീവാലുവേഷൻ. അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആണെങ്കിൽ റീവാലുവേഷൻ ടു ലൈബിലിറ്റി. ഇനി റീവാലുവേഷനിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് സംഭവിക്കണമെങ്കിൽ എന്താണ്, റീവാലുവേഷൻ ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആണ് വരണമെങ്കിൽ എന്താ വരുന്നത്, ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താ വരുന്നത്, റീവാലുവേഷൻ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമുക്കുള്ളത്. ഇനി അടുത്തത് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാനുള്ളത്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഇതാണ്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഈ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അണ്ടിൽ യുവർ എക്സാം നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ആയി, എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് പക്കയായിട്ട് റീവാലുവേഷൻ വരയ്ക്കാമെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചതിന് ശേഷം ഈ മേളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഡെബിറ്റിന്റെ ഫോർമാറ്റും ക്രെഡിറ്റിന്റെ ഫോർമാറ്റും. ഡെബിറ്റിൽ നമുക്ക് എന്തൊക്കെയാ വരുന്നത്, അസറ്റുകൾ കുറയുന്നതും ലയബിലിറ്റീസ് കൂടുന്നതും. ക്രെഡിറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അസറ്റ് കൂടുന്ന വാല്യൂസും ലയബിലിറ്റീസ് കുറയുന്ന വാല്യൂ ആണ് വരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അറ്റ് ദാറ്റ് ടൈം യു മൈറ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോർമാറ്റ് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിന്റെ മേളിൽ ഒന്ന് എഴുതിയിടാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കണ്ട, അസറ്റ് കുറയുമ്പോ എവിടെയാണ്, അസറ്റ് കൂടുമ്പോ എവിടെയാണെന്ന് ചിന്തിക്കേണ്ട. ഇത് നോക്കാം, അപ്പൊ തന്നെ നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ വരുന്നത് അക്കൗണ്ട് വരച്ച് തീരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ നോട്ട് ബി ടാലി. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്ത്, പ്രോഫിറ്റ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം, ലോസ് വരാം. പ്രോഫിറ്റ് എപ്പോഴായിരിക്കും വരുന്നത്, ക്രെഡിറ്റ് കൂടുതലും ഡെബിറ്റ് കുറവും. ലോസ് എപ്പോഴായിരിക്കും, ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് കുറവും. പ്രോഫിറ്റ് എപ്പോഴാണ്, ക്രെഡിറ്റ് കൂടുതൽ ഡെബിറ്റ് കുറവ്. ലോസ് എപ്പോഴാണ്, ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് കുറവ്. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്.
ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ ഇന്ന് ജേർണൽ എൻട്രിയിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട്സും പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് കുറച്ച് ജേർണൽ എൻട്രീസ് മാത്രം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വാല്യൂ ഓഫ് മെഷീനറി വാസ് ഇൻക്രീസ്ഡ് ബൈ 2000. ബുക്ക് വാല്യൂ ₹15,000. ഞാൻ അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ചെറിയ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഈ രണ്ട് ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാല്യൂ ഓഫ് മെഷീനറി വാസ് ഇൻക്രീസ്ഡ് ബൈ എന്നുകൊണ്ട് വാല്യൂ ഓഫ് ബിൽഡിംഗ് വാസ് ഇൻക്രീസ്ഡ് ടു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എപ്പോഴും റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും റീവാലുവേഷൻ എഴുതുന്നത് ദി എമൗണ്ട് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ആണ്. എന്തോരം വിലയാണ് കൂടിയത് അല്ലെങ്കിൽ എന്തോരം വിലയാണ് കുറഞ്ഞത് എന്ന് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. ആ ഹോൾ ചേഞ്ച് നമ്മൾ എഴുതത്തില്ല. അതായത് മൊത്തത്തിൽ എത്ര കൂടി എന്നല്ല എഴുതുന്നത്, എന്തോരം കൂടി, ഹൗ മച്ച് ഇറ്റ് ഇൻക്രീസ്ഡ്. ഇപ്പൊ ഒരു 30,000 ഉണ്ടായിരുന്ന ഒരു അസറ്റ് 40,000 ആയെങ്കിൽ ഞാൻ എന്ത് എഴുതത്തില്ല, 40,000 എഴുതത്തില്ല. അവിടെ എന്തോരമാണ് കൂടിയത്? 10,000 അല്ലേ കൂടിയത്. 30,000 ഉണ്ടായിരുന്നത് 40,000 ആയി എന്ന് പറഞ്ഞാൽ ഐ കാൺ റൈറ്റ് 40,000. ഞാൻ എന്താ എഴുതേണ്ടത്? ഹൗ മച്ച് ഇറ്റ് ഗോട്ട് ഇൻക്രീസ്ഡ്. എന്തോരം അത് കൂടി എന്ന് മാത്രമേ ഞാൻ എഴുതാൻ പാടുള്ളൂ. എന്താണ് എഴുതേണ്ടത്? 10,000. ഇതുപോലെ തന്നെ ഡിക്രീസിന്റെ കേസസിലും 30,000 ഉണ്ടായിരുന്നത് 20,000 ആയെങ്കിൽ അവിടെ എന്തോരമാണ് കുറഞ്ഞത്? 10,000. അസറ്റ് ആയിക്കോട്ടെ ലയബിലിറ്റി ആയിക്കോട്ടെ, എന്തിന്റെ കേസസിൽ എന്തോരം കൂടി എന്തോരം കുറഞ്ഞു എന്ന് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? ഞാനിപ്പോ നിങ്ങളോട് രണ്ട് വേർഡ്സ് പറഞ്ഞ് ബൈ എന്നും പറഞ്ഞ് ടു എന്നും പറഞ്ഞു. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ എന്നാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ സെയിം എമൗണ്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ജേർണൽ എൻട്രിയിൽ എഴുതാം. ടു എന്നാണ് കാണെങ്കിൽ ബുക്ക് വാല്യൂം നമുക്ക് ഇപ്പൊ തന്നേക്കുന്ന വാല്യൂം കൂടി മൈനസ് ചെയ്യണം. നമ്മൾ ആ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ബൈ എന്ന് കാണുമ്പോ എന്താണ്? സെയിം എമൗണ്ട് എടുത്ത് എഴുതാം. ടു എന്ന് കാണുമ്പോഴത്തേക്കും തന്നേക്കുന്ന ബുക്ക് വാല്യൂവും പ്രസന്റ് വാല്യൂവും കൂടി മൈനസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. വാല്യൂ ഓഫ് മെഷീനറി വാസ് ഇൻക്രീസ്ഡ് ബൈ 2000. ബൈ എന്ന് കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? സെയിം എമൗണ്ട്. അവിടെ എന്തോരം രൂപയ്ക്കാണ് മെഷീനറിയുടെ വാല്യൂ കൂടിയേക്കുന്നത്? 2,000 രൂപ. അതായത് 15,000 ഉണ്ടായിരുന്ന അസറ്റ് 2,000 രൂപ വെച്ച് കൂടി എന്നാണ് പറയുന്നത്. വാട്ട് ഇസ് ദ ജേർണൽ എൻട്രി ഫോർ ബീങ് ആൻ അസറ്റ് ബീങ് ഇൻക്രീസ്ഡ്? ഒന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. അസറ്റ്സ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. സോ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് asset account debit to revaluation account. ഓക്കെ, ബൈ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണോ? ബുക്ക് വാല്യൂവും ഈ വാല്യൂവും കൂടി തമ്മിൽ വേണ്ട. ബൈ എന്ന് കാണുകയാണെങ്കിൽ സെയിം എമൗണ്ട് എടുത്ത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എമൗണ്ട് എത്രയായിരുന്നു? 2,000. അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്കും 2,000. നറേഷൻ എഴുതാൻ നിങ്ങൾ മറക്കരുത്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. വാല്യൂ ഓഫ് അസറ്റ് ബീങ് ഇൻക്രീസ്ഡ്. സോറി, ഇവിടെ അസറ്റിന്റെ പേര് തന്നേക്കണ കൊണ്ട് നിങ്ങൾ അസറ്റിന്റെ അവിടെ പേര് എഴുതണേ. നമുക്ക് അസറ്റ് എന്തായിരുന്നാ? മെഷീനറി. സോ പേര് എഴുതാം കേട്ടാ. മെഷീനറി അക്കൗണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാല്യൂ ഓഫ് ബിൽഡിംഗ് വാസ് ഇൻക്രീസ്ഡ് ടു ₹27,000. അസറ്റ് തന്നെയാണ്, ഇൻക്രീസ് ആയേക്കണെയാണ് ടു 20,000. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 20,000 ഉണ്ടായിരുന്നത് എത്ര രൂപയായിട്ട് കൂടി? 27,000 കൂടി. എന്തോരമാണ് അവിടെ കൂടിയത്? ഹൗ മച്ച് ഇറ്റ് ഗോട്ട് ഇൻക്രീസ്ഡ്? 7,000. മനസ്സിലായോ നിങ്ങൾക്ക്? ബൈ ആണെങ്കിൽ എന്താണ് തന്നേക്കുന്ന വാല്യൂ അതേപടി എടുത്ത് എഴുതാം. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ടു
2 എന്നാണ് തന്നേക്കണെങ്കിൽ നമ്മുടെ ബുക്ക് വാല്യൂ ഇപ്പോഴുള്ള വാല്യൂ കൂടി മൈനസ് ചെയ്യാം. 20,000 ഉണ്ടായിരുന്നത് 27,000 ആയിട്ട് മാറി. അപ്പൊ അവിടെ എന്തോരമാണ് കൂടിയത്? 7,000 കൂടി. ഇൻക്രീസ് ഇൻ അസറ്റ് തന്നെയാണ്. ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ. എത്ര രൂപയാണ് കൂടിയത്? 7,000 അല്ലെ? ഓക്കെ അല്ലെ? 7,000 കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലായല്ല നിങ്ങൾക്ക്? ഇപ്പോഴെന്തോരം ആയത്? 27,000 ആയി. മൈനസ് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ പഴയ ബുക്ക് വാല്യൂ ആയിട്ടുള്ള 20,000 വെച്ച് മൈനസ് ചെയ്തു. നറേഷൻ എഴുതാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, വാല്യൂ ഓഫ് ബിൽഡിംഗ് ബി ഇൻക്രീസ്ഡ്. തേർഡ് വൺ നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് ഫർണിച്ചർ വാസ് റെഡ്യൂസ്ഡ്. റെഡ്യൂസിന്റെ അർത്ഥം എന്താണ്? കുറഞ്ഞു. റെഡ്യൂസ്ഡ് ടു 24,000. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഓർക്കുക. 2 എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? സെയിം എമൗണ്ട് എഴുതാൻ പറ്റത്തില്ലല്ലോ. ഓൾറെഡി ബുക്ക് വാല്യൂവും തന്നേക്കുന്ന വാല്യൂവും തമ്മിൽ മൈനസ് ചെയ്യുക. 30,000 മൈനസ് 24,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6,000 കിട്ടും. As the value is being increased, what is the journal entry? Revaluation to furniture account. എത്ര രൂപയായിരുന്നു വരുന്നത്? 2 ആയതുകൊണ്ട് മൈനസ് ചെയ്യണം നമുക്ക് അല്ലെ? 30,000 മൈനസ് പ്രസന്റ് വാല്യൂ ആയിട്ടുള്ള 24,000. യു ഗെറ്റ് ദി ആൻസർ ആസ്, രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,000 കിട്ടും. ഇനി നമുക്ക് അടുത്ത നോക്കാം. വാല്യൂ ഓഫ് സ്റ്റോക്ക് വാസ് ഡിക്രീസ്ഡ് ബൈ 2,000. ബൈ എന്ന് കണ്ടാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ 2,000 എടുത്ത് ഒറ്റയടിക്ക് അങ്ങോട്ട് എഴുതിയാൽ മതി. അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലെ? ബൈ എന്ന് വെച്ചാൽ സെയിം എമൗണ്ട് 2 എന്ന് കണ്ടാൽ മൈനസ് ചെയ്തെടുത്താൽ. വാല്യൂ ഓഫ് സ്റ്റോക്ക് ബി റെഡ്യൂസ്, സെയിം ജേർണൽ എൻട്രി, റീവാലുവേഷൻ, അക്കൗണ്ട് ഡെബിറ്റ് ടു സ്റ്റോക്ക്. എത്രയായിരുന്നു? 2,000 അല്ലെ? മൈനസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ബൈ ആയത് കൊണ്ടിട്ട് സെയിം എമൗണ്ട് എടുത്ത് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? നമുക്കിനി 5th ക്വസ്റ്റ്യൻ നോക്കാം. 5th വൺ എന്താണ്? വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് വാസ് ഇൻക്രീസ്ഡ് ബൈ 3,000. ക്രെഡിറ്റേഴ്സ് ആരാണ്? ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ വാല്യൂ അവിടെ കൂടണയാണ് ബൈ 3,000. ബൈ എന്ന് കണ്ടാൽ അതേ എമൗണ്ട്. അപ്പൊ വാല്യൂ ഓഫ് ഇൻക്രീസ് അല്ലേ ചെയ്യുന്നത്? വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് വാസ് ഇൻക്രീസ്ഡ്. അപ്പൊ എന്താ ജേർണൽ എൻട്രി? ക്രെഡിറ്റേഴ്സ് ഹാവ് ഇൻ ദ ബാലൻസ്, അതായത് ക്രെഡിറ്റേഴ്സ് ഹാവ് ക്രെഡിറ്റ് ബാലൻസ് as they are liability. For evaluation account debit to creditors account. എത്ര രൂപയാണ് അവിടെ ഡിഫറൻസ് വരുന്നത്? ബൈ ആണ് അല്ലെ? അപ്പൊ നമുക്ക് അതേ എമൗണ്ട് തന്നെ എഴുതാം. ബൈ ആയതുകൊണ്ട് സെയിം എമൗണ്ട് 3,000. അടുത്ത നമുക്ക് നോക്കാം. 6th. Value of bills payable was reduced to 27,000. ബിൽസ് പേയബിൾ നമുക്ക് കൊടുത്തു തീർക്കാനുണ്ട്. കൊടുത്തു തീർക്കാനുള്ളതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? ലയബിലിറ്റി എന്നാ പറയുന്നത്. സോ ബിൽസ് പേയബിൾസ് ലയബിലിറ്റി വാസ് റെഡ്യൂസ്ഡ് ടു 27,000. അതായത് 30,000 ഉണ്ടായിരുന്ന ബിൽസ് പേയബിളിനെ ഞാൻ എന്തോരമാക്കി കുറച്ചു? 27,000 കൊണ്ടുവന്നു. റെഡ്യൂസ്ഡ് ടു കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ബുക്ക് വാല്യൂ പ്രസന്റ് വാല്യൂ കൂടി മൈനസ് ചെയ്യാം. എത്ര രൂപയായിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത്? 3,000. And that's bills payable was reduced. Bills payable from debit
ടു റീവാലുവേഷൻ അക്കൗണ്ട്. എത്ര രൂപയായിരുന്നു? 30,000 ഉണ്ടായിരുന്നത് 27,000 ആയിട്ട് കുറഞ്ഞു. So you get the answer as 3,000. ഓക്കെ അല്ലേ? ഹോപ്പ് ഇവിടെ വരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. 7th one. സെവൻത് വണ്ണിൽ എന്താ പറയുന്നത്? An unrecorded investment was found rupees 50,000. ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് ഇസ് ആൻ അസെറ്റ് അല്ലെ? അപ്പൊ അൺറെക്കോർഡഡ് ആയിട്ടുള്ള ഒരു അസെറ്റ് വരണയാണെങ്കിൽ ദ വാല്യൂ ഓഫ് അസെറ്റ് ഇസ് ബീങ് ഇൻക്രീസ്ഡ്. ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അസെറ്റ് ജേർണൽ എൻട്രി എന്താണ്? അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. എന്താണ് ഇവിടെ പുതിയതായിട്ട് വന്ന അസെറ്റ്? ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലെ? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അവിടെ നമുക്ക് മൈനസ് ചെയ്യാനൊന്നും ഇല്ലടാ, കാരണം പുതിയതായിട്ട് ഒരു അസെറ്റ് വരുന്നു, അതിന്റെ വാല്യൂ തരുന്നു 50,000 രൂപ. തന്നേക്കുന്ന വാല്യൂ എടുത്ത് അതേപടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 8th one. An unrecorded outstanding repairs. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കൊടുത്തു തീർക്കാനുണ്ട്. കൊടുത്തു തീർക്കാനുള്ളതിനൊക്കെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ലയബിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ there is an unrecorded liability being found. എത്ര രൂപയുടെ? 300 രൂപയുടെ. ഇപ്പൊ പുതിയതായിട്ട് ഒരു ലയബിലിറ്റി തന്നെയാണെങ്കിൽ ലയബിലിറ്റി ഗെറ്റ്സ് ഇൻക്രീസ്ഡ്. സോ വാട്ട് ഇസ് ദിസ് ജേർണൽ എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പയർസ്. എത്ര രൂപയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? 300 രൂപയുടെ എമൗണ്ട് അല്ലെ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം? റെക്കോർഡ്. അപ്പൊ അത് സെറ്റായി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 9th. ഹോപ്പ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന്. ഓക്കെ. അടുത്ത എന്താണ്? there is a revaluation profit. നമുക്കൊരു പ്രോഫിറ്റ് വന്ന എത്ര രൂപ? 20,000 രൂപ. എന്തായിരുന്നു ജേർണൽ എൻട്രി when you get a profit? Revaluation account debit to all partners capital അല്ലെ? Revaluation account debit to all partners ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. All partners are A, B, C and their profit sharing ratio is 3:2:1. So 2 A's capital account to B's capital account to C's capital. എത്ര രൂപയാണ് നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിട്ട് വന്നേക്കുന്നത്? 20,000 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വന്നേക്കുന്നത്. 20,000. ഈ 20,000 നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ റേഷ്യോ ആയിട്ടുള്ള 3:2:1 നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് നോട്ട് എ റൗണ്ട് ഫിഗർ. ഞാൻ അതിനെ കുറച്ചും കൂടി സിമ്പിൾ ആക്കി തരാം. നമുക്ക് ആകെ 2 പാർട്ട്നേഴ്സിനെ എടുക്കാം. ഓക്കെ, ഇറ്റ് വുഡ് ബി ബെറ്റർ. സീനെ നമുക്ക് വേണ്ട, ഇതിന് ഒഴിവാക്കിയേക്കാം. കാരണം നിങ്ങൾക്ക് പോയിന്റ് വാല്യൂ ഒന്നും ചിലപ്പോൾ ഞാൻ എഴുതിയത് കാണിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ടൈപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് പണിയായിരിക്കും. അപ്പൊ ഈ 20,000 നമ്മൾ എന്ത് ചെയ്യണം? 3:2 റേഷ്യോയില് ഡിവൈഡ് ചെയ്യും. ഹോപ്പ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്യാന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. 20,000 into 3:2 ആയിരുന്നല്ലോ, 3/5. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളുടെ കിട്ടും 4,000 3 ചെയ്യുമ്പോൾ 12,000. ഓക്കെ, ഒരാളുടെ 12,000 ആണെങ്കിൽ മറ്റാളുടെ എത്രയായിരിക്കും? 8,000.
ഓക്കെ അല്ലേ? അവസാനത്തെ എന്തായിരുന്നു? റീവാലുവേഷൻ ലോസ് ആണ് ₹40,000. അത് നമുക്ക് നോക്കാം. 10th one. റിവാലുവേഷൻ ലോസ് ആണെങ്കിൽ എന്തായിരുന്നു? ഓൾ പാർട്ട്നേഴ്സ് ടു റിവാലുവേഷൻ. അപ്പൊ ഏസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെബിറ്റ് ഒരാളും കൂടി ഉണ്ടല്ല, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെബിറ്റ് ടു റിവാലുവേഷൻ. ഇതാണ് നമ്മുടെ ജേർണൽ എൻട്രി തന്നെ. റിവാലുവേഷൻ ലോസ് എത്രയായിരുന്നു നമുക്ക് വന്നത്? 40,000. 40,000 നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ 3:2 റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുക്കണം. നമുക്ക് നോക്കാം. ഒരാളുടെ മാത്രം ചെയ്യാം. 40,000 into 3 divided by 5 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 24,000. അതായത് 5ഉം 40 കൂടി കട്ട് ചെയ്യുമ്പോൾ 8,000 കിട്ടി. 8,000 into 3 24,000. മറ്റേ എമൗണ്ട് എത്രയായിരിക്കും? 16,000. നറേഷൻ എഴുതാൻ നിങ്ങൾ മറക്കരുത്. അതായത് നിങ്ങൾക്ക് എന്താണോ അതിനെ പറ്റി അറിയുന്നത്, ദ ലോസ് ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ്, ദ പ്രോഫിറ്റ് ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് അണ്ടർ റെക്കോർഡ് ഇൻവെസ്റ്റ്മെന്റ് ബീങ് റിട്ടേൺ, എന്താണെങ്കിലും നിങ്ങൾക്ക് എന്താണോ ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനെ പറ്റി അറിയുന്ന ഇൻഫർമേഷൻ നിങ്ങൾ അത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കൂടുതലും ഇങ്ങനത്തെ ജേർണൽ എൻട്രീസ് ആണ് കാണാറുള്ളത്. പിന്നെ ഒരു പ്രൊവിഷൻ ബാഡ് ഡെപ്റ്റിന്റെ ഓർമ്മയുണ്ട്. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇട്ട് തരാം. നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുന്ന ടോപ്പിക്കാണ്. അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ ആ ടോപ്പിക്ക് കാണാറുണ്ട്. ജേർണൽ എൻട്രീസ് എഴുതിയെടുക്കുക, പഠിക്കുക. ഫോമാറ്റ് പഠിക്കുന്ന സമയത്തും എക്സാമിന് ടൈം വരെ ഈ ഫോമാറ്റ് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കാനും ആൻസർ ഷീറ്റിൽ എഴുതാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, എല്ലാം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് കോപ്പി ഡൗൺ ചെയ്യുക. ഒരു വട്ടം കഴിയുമ്പോഴത്തേക്കും തന്നെ വർക്ക് ഡൗൺ ചെയ്യുക. ഗൂഗിളിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യും. ഓക്കെ, ബൈ ഗൈസ്. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.